ഭംഗിയാണ് ഈ കാണാൻ. ഇത് മേഘങ്ങളാണോ അതോ കോടയാണോ എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവമേ, ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗവിയിലോട്ടാണ്. നമ്മൾ കായംകുളത്ത് നിന്ന് ഒരു 3:45 അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശബരിമല റൂട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ പാസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. കിട്ടുവാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അല്ലേട്ടൻ പോയി ചായ വെച്ചുകൊണ്ട് വരും. ഞങ്ങളെല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാലേ, നമ്മൾ ഇന്നലെ ഇന്ന് ഗവി പോവാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രിയിൽ ഒരു 1:30 ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ പോണമെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഒരു 1:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തീരുമാനിച്ച് പോവാമെന്ന്. അങ്ങനെ പിന്നെ ഉറങ്ങിയതൊന്നുമില്ല. പിന്നെ നമ്മൾ പറക്കി കെട്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അല്ലേട്ടൻ അങ്ങനെ ചായ നമുക്ക് മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അറിയത്തില്ല എന്ത് ഭംഗിയാണ് ഇത് കാണാന്. ഇതെന്താണിത്? ഇത് സ്വർഗമാണ് കേട്ടോ. അങ്ങോട്ട് പോകണ്ടല്ലേട്ടാ. പറഞ്ഞിട്ടുണ്ടല്ലോ ശബരിമല റൂട്ടിലാണ് നമ്മൾ വരുന്നതെന്ന്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ശബരിമല റൂട്ട്. നമ്മൾ അങ്ങോട്ട് പോകാതെ ഇതുവഴി തിരിയുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന്. കണ്ടില്ലേ, ഗവിയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ. നിറയെ കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ആങ്ങാമൊഴിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 12:30 മണിക്ക് നോക്കിയപ്പോഴും നമ്മൾക്ക് ടിക്കറ്റ് എല്ലാം ഫുള്ളാണെന്നാണ് കാണിച്ചത് ഓൺലൈനിൽ. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചിങ്ങി വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാമേ. 8:30 ടിക്കറ്റ് കൗണ്ടർ തുടക്കത്തുള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളിപ്പോൾ 6:30 ആയപ്പോഴേ ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളാണ് കേട്ടോ ഇവിടെ ആദ്യമേ വന്നത്. ഒരു കാറിന് ഈ ഗവിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. വലിയ വണ്ടികൾക്കൊക്കെ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, കാറിൻ്റെ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നേ, കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പം നമ്മളിതാ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഈ കടയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചിനി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണേ. നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. 5 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അല്ലായിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. 11 മണി വരെ കയറ്റി വിടും, അത് കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല. 11 മണി വരെ കയറ്റി വിടത്തുള്ളൂ.
പിന്നെ സാമിനാമിനെ പിന്നെ ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 8:30-ക്കാണ് അവര് അവിടെ തുറക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഒരു 8:10 ആയപ്പോ അവിടെ തുറന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആൾക്കാർ പോയി ടിക്കറ്റ് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. യെസ്, നമ്മൾ കുറച്ച് നേരത്തെ വന്നത് കാരണമാണ് നമുക്ക് ഫുഡ് ഒക്കെ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയി നമ്മൾ വാങ്ങിച്ചത്. ഇവിടെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കഫേ ഉണ്ട്, വനശ്രീ കഫേ എന്ന് പറയുന്നത്. അവിടെ കോഫിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 8 മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കോഫിയൊക്കെ ഇവിടുന്ന് തന്നെ കുടിക്കാവുന്നതാണ്. അവിടെ പാസുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറെ നേരം നമ്മൾ നിന്നതിന് ശേഷമാണ് കേട്ടോ പാസ് കിട്ടിയത്. എങ്ങനെയാ കിട്ടിയെന്നൊക്കെ നമുക്ക് ചോദിക്കാവേ. ഫൈനലി നമുക്ക് പാസ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. കുറെ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ പാസ് എടുക്കാത്തവർക്ക് ഇവിടെ വന്ന് പാസ് എടുത്താൽ നമുക്ക് കയറ്റി വിടാൻ പറ്റും എന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളാണ് ഇവിടെ ആദ്യമേ വന്നത് ഒരു 6:30 ആയപ്പോൾ. എന്നിട്ട് ഈ 2 കുട്ടികളെ കൊണ്ട് വന്ന് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മൾക്ക് അവർ പാസ് തന്നിട്ടില്ലായിരുന്നു. നമ്മളെക്കാട്ടി പുറകെ വന്ന ഓൺലൈൻ പാസ് എടുക്കാത്തവർക്കും അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നു, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് വളരെ മോശമാണ് അവർ കാണിച്ചത്. ഇത്രയ്ക്ക് ഒരു നീതികേട് ഒരു മനുഷ്യരടുത്ത് നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. നമ്മൾ ഇവിടുന്നാണ് നമ്മളെ കയറ്റി വിടുന്നത് പാസ്സൊക്കെ കാണിച്ചതിന് ശേഷം. നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് റോഡ് കാണുമ്പോൾ ശരിക്കും പേടിയുണ്ട്. റോഡിലെല്ലാം നിറയെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചത് ഇവിടുന്ന് കഴിക്കുകയാണ് കേട്ടോ. കാറിനകത്തിരുന്ന് തന്നെ. ഇതിനകത്ത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും നമ്മൾ കാട്ടിലിടരുത്. അതെല്ലാം നമ്മൾ പൊതിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ ചെയ്യുന്നത്. കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ മൃഗങ്ങളെ ഒന്നും കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറേയധികം കിളികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് അവറ്റങ്ങൾ പറന്നു പോകും. നിറയെ ആനപ്പിണ്ടമൊക്കെ വഴി നീളെ കിടപ്പുണ്ട്. ഇതിൻ്റെ നടുക്ക് കാണാൻ ആന വന്നു നിന്നാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. സിംഹവാലൻകുരങ്ങ് ഇരിപ്പുണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, കുറേ എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ കണ്ടുകൊണ്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. ഇതാണ് മെയിൻ പ്രശ്നം. ഈ വണ്ടികളുടെ സൗണ്ട് കേട്ടുകൊണ്ടേ ഇവത്തുങ്ങളെല്ലാം അകത്തോട്ട് കയറി പോവുകയാണ്. ആ വരുന്ന വെള്ളമില്ലേ, അത് കുപ്പിയിലെടുത്ത് അല്ലയുടെ കൊടുത്ത കേട്ടോ മുഖം കഴുകാൻ. നല്ല സുഖമുണ്ട് മുഖം കഴുകാൻ. ഇത് കണ്ടോ, ഇതുപോലുള്ള കൂടുകൾ കുറേ എണ്ണം നമ്മൾ കണ്ടു. എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല, തേനീച്ചയാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അല്ലേട്ടനും മോനും കൂടെ കയറി പോകുന്നത് വേറൊരു ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ പുതിയൊരു പാസ് എടുക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ 2 സൈഡിലും കുറേ കാട്ടുപന്നികൾ നിൽപ്പുണ്ട്. വണ്ടിയൊക്കെ വന്നിട്ടും അവർക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. അവരവിടെ തന്നെ നിന്ന് അവരുടെ കാര്യം നോക്കുക. നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. ഈ ആക്ടിവിറ്റിയും കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം ഗവി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാത്തവർ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ മുമ്പേ കാണിച്ച സ്ഥലത്ത് അവിടെ ആകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ ചെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ കുറച്ച് ആൾതാമസവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പശുക്കളൊക്കെ നിന്ന് മേയുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഈ സ്റ്റെപ്പ് കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ട് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
അങ്ങനെ നമ്മൾ ഗവിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് കയറണമെങ്കിൽ, ഈ കാണുന്നതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറേ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊന്നും ബുക്ക് ചെയ്യാത്ത കാരണം നമ്മൾ കയറിയില്ല, നമ്മൾ പോവുകയാണ് തിരിച്ച്. നമ്മൾ തിരിച്ച് ഗവിയിൽ നിന്ന് നമുക്ക് നേരെ തിരിച്ച് നമ്മൾ വന്ന വഴി നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിനി വണ്ടിപ്പെരിയാറ് തന്നെ ഇറങ്ങണം. നമ്മളിനി ഗവിയൊക്കെ കണ്ടു. ഇനി വണ്ടിപ്പെരിയാറ് വഴി നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് നിന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. അവിടെ കുറച്ച് നേരം നിന്ന് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു കേട്ടോ. അപ്പോഴാണ് കുറച്ച് സിംഹവാലൻ കുരങ്ങുകൾ ആ സൈഡിൽ ഇരിക്കുന്നത് കണ്ടത്. ഈ വന്നിട്ട് ഒരു ആനയെ പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ട്രാവലർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് അവർ പറയുന്നത് ആനയുണ്ട് ഇവിടെ, വന്നാൽ കാണാമെന്ന്. അങ്ങനെ ഗവിയൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ നമ്മൾ ലാസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. രണ്ടാമതൊരു ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി പാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പാസ് നമ്മൾ ഇവിടെ കാണിക്കണം കേട്ടോ. പാസ്സൊക്കെ കാണിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിപ്പെരിയാറ് വഴി കുട്ടിക്കാനം വഴി നമ്മൾ തിരിച്ച് പാലയിലോട്ട് പോവുകയാണ് കേട്ടോ. ഗവി വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ.